ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ദ ബെറ്റർ പാർട്ട് വിത്ത് ഡോണ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് സൺഡേ ആയിട്ട് സൺഡേയുടെ വിശുദ്ധിയിലും ഒക്കെ ഇന്നൊരു ദിവസം ഇതുവരേക്കും എല്ലാവരും പള്ളിയിലൊക്കെ പോയി കർത്താവിനെ സ്തുതിച്ച് സ്തോത്രമൊക്കെ ചെയ്ത് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ വേറെ ഒന്നുമല്ല, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നമ്മുടെ എവറി ഡേ പ്രാക്ടീസ്, എവറി ഡേ ഫെയ്ത്തുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ആ മുറി വിടുന്ന ഒരു ബിഹേവിയർ, ഒരു ഡെമീനർ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പ്രസ്സിങ് ആയിട്ടുള്ള ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ അടുത്ത് നമ്മുടെ ഹൃദയം മുഴുവൻ തുറന്ന് കാണിച്ച് വളരെ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പിന്നെ അങ്ങോട്ടുള്ള നമ്മുടെ അതിനോടുള്ള ഒരു അപ്രോച്ച് എന്നുള്ളത് കോൺഷ്യസ് ആയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? പല സമയങ്ങളിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കാറില്ല. കാര്യം നമ്മൾ പിന്നെയും ഈ ഒരു സെയിം പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. രാവിലെ ഒരു ഇച്ചിരി നേരം പ്രാർത്ഥിക്കുന്നു, തിരിച്ചു വരിക, ഒരു ഫുൾ ഡേ അതിനെപ്പറ്റി പിന്നെയും പ്രയാസപ്പെട്ട് വിചാരപ്പെട്ട് ഇരിക്കുന്നു, പിന്നെയും പോയി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ നടപ്പിൽ പ്രാർത്ഥിക്കുക. ഇതൊക്കെയാണ് പൊതുവെ നമ്മൾ ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വരുന്ന ഒരു ചെറിയൊരു അപ്രോച്ച്. നമ്മൾ ഇന്ന് ബൈബിളിൽ കാണാൻ പോകുന്ന ഒരാള്, പിന്നെ നമ്മൾ ബൈബിളിൽ ശ്രദ്ധിക്കാൻ പോകുന്നത് പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ ഹാനയുടെ പ്രയറും ഹാനയുടെ സിറ്റുവേഷൻസും ഒക്കെ എല്ലാവർക്കും വളരെ പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. പഴയ നിയമത്തിലെ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ഒരു സിനാരിയോസ് ആൻഡ് സിറ്റുവേഷൻസ്, ദൈവം ഡയറക്റ്റായിട്ട് ബ്ലെസ് ചെയ്ത ഒരു സിറ്റുവേഷനാണ് ഹാനയുടെ സിറ്റുവേഷൻ. അപ്പം ഹാനയുടെ സിറ്റുവേഷനിൽ എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ ജസ്റ്റ് ഒരു റിഫ്രഷ് തരാനായിട്ട്, ഹാനയ്ക്ക് കുട്ടികളില്ല. അപ്പോൾ ഹാന ഇതിനു വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിക്കുന്നു. 1 സാമുവൽ 1-ാം അധ്യായം 2-ാം അധ്യായത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാനയുടെ പ്രെയർ ഉണ്ട്. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1-ാം അധ്യായത്തിലാണ് കുറച്ചും കൂടെ കോണ്ടെക്സ്റ്റ് ഒക്കെ പറയുന്നത്. അങ്ങനെ ഹാന പള്ളിക്ക് അകത്ത് പോയി ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്നതും ഒക്കെയാണ് ഇതിന്റെ ഒരു കോണ്ടെക്സ്റ്റ്. പക്ഷെ ഇതൊക്കെ നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരു സ്ഥലമായത് കാരണം ആ ഭാഗത്തോട്ടൊന്നും ഞാൻ അധികം പോകുന്നില്ല. എനിക്ക് ആകെ ഇന്ന് ഞാൻ അടുത്തത് ചെറിയ ഒരു 1 or 2 ലൈൻസ് ജസ്റ്റ് മാത്രം എടുത്ത് അതിനെപ്പറ്റി സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. 1 സാമുവൽ 1:18. അത് ഇംഗ്ലീഷ് ബൈബിളിൽ ഇങ്ങനെയാണ്: She said, "May your servant find favor in your eyes." Then she went her way and ate something, and her face was no longer downcast. ഇത് മലയാളത്തിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട്, അവള് പ്രാർത്ഥിച്ചു കഴിഞ്ഞ്, നമുക്കറിയാം ഇതിന്റെ തുടക്കത്തിൽ ആ പ്രാർത്ഥന മുറിയിലോട്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു പള്ളിയാണ്, ശരിക്കും ഒരു ദേവാലയമാണ്, ഒരു പുരോഹിതനുണ്ട് അവിടെ. ആ സമയത്ത് ഹാന പ്രാർത്ഥിക്കുന്ന സമയത്ത്, കരഞ്ഞ് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഹാനയ്ക്ക് അറിയില്ല വേറൊരാളുള്ള കാര്യമൊന്നും. ഹാന ഒരു കുഞ്ഞിനെ വേണ്ടി പ്രാർത്ഥിച്ച് അതിനുവേണ്ടി ആഗ്രഹിച്ചിരുന്നിട്ട് ഒരു കുഞ്ഞ് ജനിക്കാതെ ഇരിക്കുന്ന ഹാനയുടെ ഒരു വിഷമത്തിൽ വളരെ പ്രയാസത്തോടെ, ബോഡി ലാംഗ്വേജ് കണ്ടാൽ തന്നെ നമുക്കറിയാം അല്ല, അങ്ങനെ ഒരു രീതിയിലാണ് ഹാന ഈ പ്രെയർ റൂമിലോട്ട് കയറുന്നത്. അതിനുശേഷം ഇൻ ബിറ്റ്വീൻ പ്രെയർ സംഭവിക്കുന്നു. നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ടിറങ്ങുന്ന ഒരു ഹാനയെ പറ്റിയിട്ടാണ്. കാര്യം പല സമയങ്ങളിലും വിശ്വാസം പ്രകടമാകുന്നത് പ്രാർത്ഥന കഴിയുന്ന നിമിഷം മുതലാണ്. പ്രാർത്ഥനയുടെ ഇൻ ബിറ്റ്വീൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു, നമ്മൾ വിശ്വാസം, ദൈവം നമ്മളെ രക്ഷിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ദൈവം പ്രവർത്തിക്കുന്നു ഒക്കെ നമ്മൾ വിശ്വസിക്കുമെങ്കിലും, എനിക്ക് ഹാനയുടേത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് യഥാർത്ഥത്തിൽ ഹാനയുടെ വിശ്വാസം സ്റ്റാർട്ട് ചെയ്തത് ആ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൊട്ടിട്ടാണ്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ ഷീ വെന്റ് ഹെർ വേ, പ്രാർത്ഥിച്ച് കഴിഞ്ഞു. അപ്പോഴാണ് ഏലിയുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ വരുന്നത്. അപ്പം പിന്നെ ഏലി, പുരോഹിതൻ ശരിക്കും വിചാരിക്കുന്നത് ഹാന എന്തൊക്കെയോ വൈനോ അങ്ങനെ എന്തൊക്കെയോ കഴിച്ച് മത്തു പിടിച്ചിരിക്കുകയാണെന്നുള്ള ഒരു രീതിയിലാണ് പുരോഹിതൻ ചോദിക്കുന്നത്. കാര്യം അത്രയ്ക്കും കരഞ്ഞ് തളർന്നാണ് ഹാന ഇരിക്കുന്നത്. അങ്ങനെ ആ ഒരു ഇൻ ബിറ്റ്വീൻ പ്രാർത്ഥന ഡ്യൂറേഷനിൽ ഇരിക്കുന്ന ഹാന ആ പ്രാർത്ഥന മുറി വിടുന്നത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അതായത് ഹാനയെ പെട്ടെന്ന് കാണുന്ന ഒരാൾക്ക് ഇതൊരു സ്റ്റാർക്ക് കോൺട്രാസ്റ്റ് ആയിട്ട് തോന്നും. എങ്ങനെയാണോ ഹാന ആ പ്രെയർ റൂമിലോട്ട് കയറിയത്, ഇൻ ബിറ്റ്വീൻ പ്രാർത്ഥിച്ചത്, പക്ഷെ ഇപ്പൊ ഒരു ഡോറിൽ കൂടെ കയറി പ്രാർത്ഥിക്കുന്നു, അടുത്ത ഡോറിൽ കൂടെ ഇറങ്ങുവാണെങ്കിൽ ഇത് തമ്മിൽ ഡേ ആൻഡ് നൈറ്റിന്റെ ഡിഫറൻസ് ഉണ്ട്. അത് ബൈബിൾ വളരെ സ്പെസിഫിക് ആയിട്ട് ബൈബിളിൽ അത് പറയുന്നുണ്ട്. അപ്പം അവൾ തിരിച്ചിറങ്ങുന്നത് ദെൻ ഷീ വെന്റ് ഹെർ വേ, അതായത് ഇപ്പോൾ ഇതുവരെ അവള് മത്തുപിടിച്ചിരിക്കുന്നു എന്ന് വരെ ഒരു പുരോഹിതൻ ചോദിക്കുന്ന രീതിയിൽ നിലവിളിച്ച് കരഞ്ഞ് അവശയായിട്ടിരുന്ന ഹാന ആ മുറിയിൽ നിന്ന് ഇറങ്ങുന്നത് വളരെ കാഷ്വൽ ആയിട്ട്, അതായത് ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ ഇറങ്ങുന്നു. ഷീ വെന്റ് ഹെർ വേ, ആ ഒരു റിലാക്സ്ഡ് വേ ഓഫ് എഴുതിയിരിക്കുന്നത് തന്നെ പ്രത്യേകിച്ചൊന്നും അവിടെ കൂടുതലായിട്ട് പറയുന്നില്ല. ഷീ വെന്റ് ഹെർ വേ ആൻഡ് എയ്റ്റ് സംതിങ്. അവൾക്ക് ഭക്ഷിക്കാനുള്ളത്, അവൾ ഫുഡ് കഴിക്കുകയാണ് ചെയ്യുന്നത്.
ആൻഡ് ഹെർ ഫേസ് വാസ് നോ ലോങ്കർ ഡൗൺകാസ്റ്റ്. എനിക്ക് തോന്നുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറയുന്നത് അവളുടെ ഒരു ബിഹേവിയർ, അവളുടെ ഒരു ഡിമീനർ തന്നെ മുഴുവനായിട്ടും മാറി. അതുവരെ കാണുന്ന ഒരു ഹാനെ അല്ല പിന്നെ നമ്മൾ കാണുന്നത്. പിന്നെ ഉള്ള ഹാന അവളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള അവളുടെ ആക്ഷൻ ചെയ്യുന്നു, അവൾ ഫുഡ് കഴിക്കുന്നു, ആൻഡ് അവളുടെ ഫേസ് പിന്നെ കലങ്ങിയിട്ടില്ല. അതായത് ദ ഫേസ് വൺ നോ ലോങ്കർ ഡൗൺ കാസ്റ്റ്. എനിക്ക് തോന്നുന്നു ഈ ഒരു നമ്മളുടെ പല സമയങ്ങളിലും വിശ്വാസം പ്രകടമാകുന്നത് പ്രാർത്ഥനാ മുറിയിൽ നമ്മൾ ദൈവത്തോട് നിലവിളിക്കുകയും നമ്മൾ ദൈവത്തിന്റെ മുന്നിൽ നമ്മുടെ ഹാർട്ട്, പിന്നെ നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങൾ, പ്രയാസങ്ങളൊക്കെ അറിയിക്കുന്ന സമയം, ആ സമയം നമ്മളും ദൈവവും തമ്മിലുള്ള സമയം. പക്ഷെ അത് കഴിഞ്ഞിട്ടാണ് ശരിക്കും വിശ്വാസം കാണിക്കുന്നത്, വിശ്വാസം പ്രകടമാകുന്നതെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ ആ ഒരു കാര്യത്തെ അപ്രോച്ച് ചെയ്യുന്നു. നമ്മൾ ഓൾറെഡി ദൈവത്തിന്റെ അടുത്ത് അത് ഏൽപ്പിച്ച് പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ ആ പ്രാർത്ഥന മുറി വിടുന്ന പിന്നെ ഹാനയുടെ മുഖം കലങ്ങിയിട്ടില്ല. പിന്നെ ബൈബിളിൽ എങ്ങും ഹാനയുടെ ഈ ഒരു ഇതിനു മുന്നേ ഉള്ള ഒരു ബോഡി ലാംഗ്വേജ് പിന്നെ പറഞ്ഞിട്ടേ ഇല്ല. ഏർലി ദ നെക്സ്റ്റ് മോർണിംഗ് ദേ അറോസ് ആൻഡ് വർഷിപ്ഡ് ബിഫോർ ദ ലോർഡ് ആൻഡ് ദെൻ വെന്റ് ബാക്ക് ടു ദെയർ ഹോം. പിന്നെ ഉള്ള 2-3 സെന്റൻസസ് കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നത് ഹാന ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് തിരിച്ച് മുറിയിൽ നിന്ന് ഇറങ്ങി ഫുഡ് കഴിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നോർമൽ പ്രാർത്ഥനയാണ്, നമ്മൾ നേരത്തെ കാണുന്ന ഒരു രീതിയിലല്ല. അപ്പൊ ഇന്ന് എനിക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാൻ തോന്നിയത് തന്നെ, ഞാനിത് വെറുതെ ഹാന വായിക്കുന്ന സമയത്ത്, ഈ ഒരു 1 സാമുവേൽ വായിക്കുന്ന സമയത്ത്, ഞാൻ നേരത്തെ വായിച്ചിട്ടുള്ളതാണ്, ഞാൻ പിന്നെ ഒന്നും കൂടെ റിപ്പീറ്റ് ആയിട്ട് വായിക്കുന്ന സമയത്ത് എനിക്ക് ഈ ഒരു ലൈൻ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. പല സമയങ്ങളിലും നമ്മളുടെ വിശ്വാസം പ്രകടമാവാത്ത ഒരു സ്ഥലം നമ്മൾ ഈ പ്രാർത്ഥനാ മുറി വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ദൈവത്തിന്റെ മേൽ ഭരം ഏൽപ്പിച്ച ഒരു കാര്യം, നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഭരമേൽപ്പിക്കലിൽ അവിടെ കഴിഞ്ഞു. പിന്നെ നമ്മൾക്ക് ആ വിശ്വാസം എങ്ങനെ നമ്മൾ പ്രകടമാകുന്നു എന്നുള്ളത് നമ്മളുടെ കാഴ്ചയിൽ, നമ്മളുടെ നടപ്പിൽ, നമ്മുടെ പോക്കിലും കൂടെയാണ് കാണേണ്ടത്. പല സമയങ്ങളും അങ്ങനെ കാണാറില്ല. നമ്മൾ പ്രാർത്ഥിച്ച കാര്യങ്ങളൊക്കെ നമ്മൾ പിന്നെയും മറക്കും. 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ പിന്നെയും ഈ ഒരു ഭാരവും ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്. നമ്മുടെ ബർഡൻ നമ്മൾ ദൈവത്തിന്റെ മേളിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യം നമ്മൾ മറന്നേ പോയി. പ്രാർത്ഥന കഴിഞ്ഞാൽ ദൈവത്തിന്റെ കയ്യിൽ നമ്മളത് ഏൽപ്പിച്ചു, അതിന്റെ ഓണർഷിപ്പ് ചേഞ്ച് ആയി. നമ്മുടെ മേലുള്ള, ഇപ്പം ബൈബിളിൽ തന്നെ വേറൊരു വചനഭാഗത്ത് പറയുന്നത് പോലെ നമ്മളുടെ ഭാരങ്ങൾ കർത്താവിന്റെ മേൽ ഏൽപ്പിച്ചോളൂ എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ പിന്നെയും ഈ റൂം വിട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെയും ഈ ഭാരവും ചുമന്ന് നമ്മളുടെ മുഖവും വാടി, നമ്മൾ നമുക്കിപ്പോൾ ഒരു പ്രയാസം ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മുഖത്ത് അത് കാണരുത് എന്നല്ല അർത്ഥം. വിശ്വാസമില്ലാതെ നമ്മൾ പിന്നെയും അതിനെ പറ്റിയിട്ട് നിലവിളിച്ചും കരഞ്ഞും ഇരിക്കുന്ന ഒരു വ്യത്യാസത്തെ പറ്റിയിട്ടാണ് പറയുന്നത്. നമ്മുടെ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നമ്മുടെ ജീവിതം വളരെ കുറച്ചൊക്കെ മാറാമായിരിക്കാം. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി പ്രേയറിൽ ദൈവത്തിന്റെ കയ്യിൽ അത് ഭരമേൽപ്പിച്ച് കഴിഞ്ഞാൽ ഹാനയെ പോലെ ഒരു ചേഞ്ച്, പ്രാർത്ഥനാ മുറി വിട്ടിറങ്ങുന്ന ഒരു ചേഞ്ച്. പ്രാർത്ഥനാ മുറിക്ക് മുന്നേ ഉണ്ടായിരുന്ന ഹാന, ആ പ്രാർത്ഥന കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്ന ഹാനയും കംപ്ലീറ്റ്ലി ആയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള 2 ആൾക്കാരാണ് ഇതില്. എന്നാൽ പെട്ടെന്ന് ചിന്തിക്കുവാണെങ്കിൽ നമ്മൾ വിചാരിക്കും ഹാനയുടെ മിറക്കിൾ കിട്ടിയോ ആ റൂം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ? ഇല്ല. ഹാനയുടെ സിറ്റുവേഷൻസിൽ എന്തെങ്കിലും മാറ്റം ആ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടോ? ഇല്ല. ആൻസർ കിട്ടിയോ? ഇല്ല. പക്ഷേ വിശ്വാസം പ്രകടമാകുന്നത് ഇവിടെയാണ്. പല സമയങ്ങളിലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന്റെ ഹിതമാണ് നടക്കേണ്ടത്. എന്നാൽ പ്രാർത്ഥനയിൽ ഒരു കാര്യം ഫലമേൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കോൺഫിഡൻസ്, നമ്മളുടെ വിശ്വാസം, നമ്മളുടെ ദൈവത്തിനോടുള്ള ഒരു ട്രസ്റ്റ് ഒക്കെ പ്രകടമാകുന്ന എങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ നമ്മളുടെ നമുക്ക് വേണ്ട ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കയ്യിൽ അത് ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു, പിന്നെ ആ ദൈവത്തിന്റെ ഹിതമാണ്. അല്ലാതെ ഈ പ്രാർത്ഥിച്ച കാര്യമേ മറന്നുകൊണ്ട് വീണ്ടും നമ്മൾ അല്പവിശ്വാസികളെ പോലെ പിന്നെ വീണ്ടും അതിനെപ്പറ്റി നിലവിളിച്ച് നമ്മളുടെ സ്വന്തമായിട്ടുള്ള കുറച്ച് പൊടിക്കൈകളും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമായി ചെയ്യുമല്ലോ, നമ്മളുടെ ഒരു കഴിവിലും നമ്മളുടെ ഒക്കെ ഒരു പദവിയിലൊക്കെ ആശ്രയിച്ച്. അങ്ങനെയാണ് പിന്നെ നമ്മൾ ആ പ്രയർ റൂമിൽ പോയി പ്രാർത്ഥിച്ചതും വരമേൽപ്പിച്ചതും ഒക്കെ പിന്നെ വെറുതെ ആണല്ലോ. അപ്പം ഇന്ന് ഹാനയുടെ ഈ ഒരു ചെറിയൊരു 1 ലൈനിലുള്ള ഹാനയുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫ്രം ഇൻസൈഡ് ദ പ്രയർ റൂം ടു ഔട്ട്സൈഡ് ദ പ്രയർ റൂം, ഈ ഒരൊറ്റ ട്രാൻസ്ഫോർമേഷൻ ഒരു വലിയ മെസ്സേജാണ് നമ്മൾക്ക് തരുന്നത്. വിശ്വാസം പ്രകടമാകേണ്ടത് എവിടെയാണ്? പ്രാർത്ഥനയുടെ ഇൻ ബിറ്റ്വീൻ പ്രയറിലാണോ, അതോ പ്രാർത്ഥന കഴിഞ്ഞിട്ടുള്ള നമ്മുടെ അപ്രോച്ചിലാണോ? ദൈവത്തിൽ ഭരമേൽപ്പിച്ച ഒരു കാര്യം പിന്നെ നമ്മൾ എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം ഇന്ന് ഞായറാഴ്ച, ഈ ഒരാഴ്ചക്കാലം അല്ലെങ്കിൽ വരുന്ന കാലഘട്ടത്തിലൊക്കെ നമ്മൾ പല കാര്യങ്ങളിൽ പ്രയാസപ്പെട്ട് വിഷമിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് പ്രാർത്ഥനയിൽ ദൈവത്തിനോട് നമ്മൾ നിലവിളിച്ച് നമ്മളുടെ കാര്യങ്ങളൊക്കെ ദൈവത്തിനെ അറിയിച്ച് കഴിഞ്ഞാൽ വിശ്വാസം പ്രകടമാവേണ്ടത് പിന്നെ എവിടെയാണെന്ന് ഉള്ളൊരു തോട്ടുമായിട്ട് ഇന്നത്തെ ഈ ഒരു ഡിസ്കഷൻ ഞാൻ നിങ്ങളെ ലീവ് ചെയ്യുകയാണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു റിഫ്ലക്ഷനിലേക്ക്, ഒരു ചെറിയൊരു ചിന്തയ്ക്ക് ഒരു ഷിഫ്റ്റ് വരുത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് നമ്മൾ ആ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പുറത്തിറങ്ങുന്നത്? ഹാനയെ പോലെ കംപ്ലീറ്റ് ബിഹേവിയറിൽ ഒരു ചേഞ്ച് കൊണ്ടുവരുത്താനായിട്ട് നമുക്ക് ശ്രമിക്കാൻ കഴിയുമോ? അങ്ങനെ നമ്മൾ ഓൾറെഡി ചെയ്യുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ ഉള്ളൊരു റിഫ്ലക്ഷൻ ഈ ഒരാഴ്ചക്കാലം
കാലം നിങ്ങളുടെയൊക്കെ ഉള്ളിലുണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തൊരാഴ്ച കാലം കാണുന്നത് വരെ, മറ്റൊരു വിഷയമായി കാണുന്നത് വരെ, ഗോഡ് ബ്ലെസ് യു. ടേക്ക് കെയർ.